ഇത് ചീറ്റിങ്ങാണ്. ഈ ടാറ് കലക്കി ഒഴിച്ചാൽ കൊഴിച്ചിൽ മാറും. ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്, 600 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. 600 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. കൊഴിച്ചിൽ മാറും. അതും എല്ലാം കൂടി എനിക്ക് വളവും ഈ മരുന്നും എല്ലാം കൂടെ ഒരു 25,000 രൂപ എനിക്ക് പോയി കിട്ടി. ഇത്തരം വളങ്ങൾ, ഇത്തരം പ്രൊഡക്റ്റുകൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇതാണ് പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം. പ്രൊഡക്റ്റിൻ്റെ പേര് SPC. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ തെങ്ങിൻ്റെ അവസ്ഥയും ഈ കമ്പനി അധികൃതർ, ഫ്രാഞ്ചൈസി ആയാലും മറ്റ് മേലധികാരികളായാലും അവർ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടോ ഒന്നുമില്ലാതെ എൻ്റെ തെങ്ങുകൾ മൊത്തം നശിച്ചിരിക്കുകയാണ്. ഇനി ഉപയോഗിക്കേണ്ട വിധം, ഈ സാധനം SPC അഗ്രോ കെയർ 2 ഗ്രാം മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ 200 എണ്ണം. നിങ്ങൾക്കറിയാം ഇത് എങ്ങനെയാണ് 2 ഗ്രാം കൃത്യമായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ 200 എണ്ണം ഒരു തെങ്ങിന്. കർഷകൻ എത്ര സമയം കുത്തിയിരുന്ന് എണ്ണണം, അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് ഇത് തൂക്കണം. അപ്പം ആദ്യം ഞാൻ ഉപയോഗിച്ചു, അപ്പോൾ തെങ്ങിൻ്റെ കരിക്കുകളെല്ലാം കറുത്തിരുണ്ട്. അപ്പോൾ പറഞ്ഞ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ്, 1 മൂട് തെങ്ങിനെ പറ്റുകയുള്ളൂ, കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. എന്നാൽ നിങ്ങൾ വന്ന് ഉപയോഗിച്ച് അങ്ങനെ അവർ വന്ന് കഴിഞ്ഞ 2 വർഷം തെങ്ങിനെ ചികിത്സിച്ചു. ഈ അഗ്രോ മരുന്ന് അവരുടെ ആളുകൾ വന്ന് തെങ്ങിനെ ചികിത്സിച്ചു. എൻ്റെ 30 മൂട് തെങ്ങും പോയി കിട്ടി. നിരന്തരം അവരെ കോൺടാക്റ്റ് ചെയ്തു. ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വൻ ടീം വന്നു, പരിശോധിച്ചു. അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു തെങ്ങിന് 2 ഗ്രാം എന്നാണ്. അവർ ഇതിൻ്റെ അര കുപ്പി അങ്ങ് തട്ടിയിട്ട് ഒരു 6 ലിറ്ററിൽ കലക്കി ഓരോ ലിറ്റർ തെങ്ങിൻ്റെ മണ്ടയിൽ കൂടെ ഒഴിച്ചു. 1/2 ലിറ്റർ തെങ്ങിൽ വെച്ച് കെട്ടി. 40 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞു. അതിൻ്റെ ഒരു തെങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അവർക്ക് അന്ന് 4 തെങ്ങ് ബാക്കിയുള്ളായിരുന്നു. അയച്ചു കൊടുത്തു. അവർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അന്ന് എൻ്റെ 1350 രൂപ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. ഒരു ഫ്രാഞ്ചൈസി പേര് ഗീത. വിളിച്ചിട്ട് അവർ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എറണാകുളത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരു സാമാന്യ മര്യാദയുണ്ട്. അവർ പറയുന്നത്, ഇത് എൻ്റെ ബലമായ സംശയം, ഇത് കൃഷി വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ടോ? പല വളങ്ങളിലും ഇവിടെ മായമുണ്ട്. റബ്ബറിൻ്റെ പീസുകൾ വരുന്നുണ്ട്, പിന്നെ റബ്ബറിൻ്റെ ടയറിൻ്റെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പെടുന്നതാണ് ഇതും എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു. എൻ്റെ തെങ്ങിൻ്റെ അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ 5 പുരയിടങ്ങളിൽ ഇത് സംഭവിച്ചു. എനിക്ക് മാത്രം ഏകദേശം 30 മൂട് തെങ്ങ്, മൊത്തത്തിൽ എൻ്റെ ഗ്രാഫിൽ 2 പേര് കൂടിയുണ്ട്, 30 മൂട് തെങ്ങ് പോയി. ഈ പുരയിടത്തിൽ മാത്രം 13 മൂട് തെങ്ങ്. എൻ്റെ ഇത്രയും വർഷത്തെ അധ്വാനവും പോയി, പണവും പോയി. അതിനപ്പുറം മാനസികമായ അവർ എന്നെ ഇൻസൾട്ടും ചെയ്തു. അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഇവരാരും അറ്റൻഡ് ചെയ്യുന്നില്ല ഫോൺ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ചീറ്റിങ്ങാണ്, ഇത് വമ്പൻ തട്ടിപ്പാണ്. പിന്നെ അടുത്തത് സീവിഡ് ജെല്ല്. ഈ ടാറ് കലക്കി ഒഴിച്ചാൽ കൊഴിച്ചിൽ മാറും. ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്, 600 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. 600 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. കൊഴിച്ചിൽ മാറും. അതും എല്ലാം കൂടി എനിക്ക് വളവും ഈ മരുന്നും എല്ലാം കൂടെ ഒരു 25,000 രൂപ എനിക്ക് പോയി കിട്ടി. ആയതിനാൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് ഇതിൽ കാര്യമായിട്ട് ഇടപെട്ട് ഇതിൻ്റെ ആധികാരികതയെ ഒന്ന് കർഷകരുടെ മുമ്പിൽ ഇത് പബ്ലിഷ് ചെയ്യണം. കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവർക്കിത് അറിഞ്ഞുകൂടാ, വേരിൽ വെച്ച് കിട്ടുന്ന ഒരു ഏർപ്പാടുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ അന്വേഷണത്തിലും എൻ്റെ അറിവിലും അങ്ങനെയാണ്. കാരണം ഇത് വേരിൽ വെച്ച് കെട്ടിയാൽ കരിക്കിനെ അത് ബാധിക്കും. അപ്പോഴവർ പറഞ്ഞ ഉദാഹരണം എന്താണെന്നറിയോ? മരിച്ചീനിയിൽ എലി വന്ന് കടിക്കും. ആ മരിച്ചീനി സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കും. രണ്ടാമത് ആ മരിച്ചീനി കടിക്കാൻ വരുമ്പോൾ അതിന് രുചി ഇഷ്ടപ്പെടത്തില്ല, അത് പൊയ്ക്കോളും. പക്ഷേ ആ മരിച്ചീനി പിന്നെ വേവിക്കാൻ കൊള്ളില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു. അതേപോലെ ഇതിലും എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടില്ലേ കരിക്കിലും? തമിഴ്നാട്ടിലൊക്കെ ചില വിദ്യകളുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അതെനിക്കിവിടെ പറയാൻ പറ്റില്ല, കാരണം എൻ്റെ തെളിവില്ല, ആധികാരികതയില്ല. അപ്പോൾ കൃഷി വകുപ്പായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, കാർഷിക കോളേജുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അവരിങ്ങനെ ആരും അവർക്ക് അംഗീകാരം കൊടുത്തിട്ടുമില്ല. വേരിൽ വെച്ച് കിട്ടുന്ന ഒരു പ്രവണതയ്ക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കുകയുമില്ല. അതുകൊണ്ട് വളരെ വേദനാജനകമായിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ
ഇത് അവതരിപ്പിക്കുന്നത്. അവരൊന്ന് അറ്റൻഡ് പോലും ചെയ്യുന്നില്ല. ഒരു കർഷകനെന്നുള്ള നിലയിൽ ഇത്രയും പൈസ മുടക്കി മാനസികമായും എൻ്റെ അധ്വാനം, എൻ്റെ പണം, അതിലുപരി എന്നെ ഇൻസൾട്ട് ചെയ്തു. ഞാൻ അവരുടെ ഒരു ന്യൂസിൽ കണ്ടു, അവരുടെ പ്രൊഡക്റ്റ് കേമമാണ്. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇതിന് പകരം വാർക്കപ്പണിക്ക് പോകാം, 1000 രൂപ കിട്ടും ദിവസം, 1200 രൂപ കിട്ടും. എന്തിനാണ് ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ തെളിയിക്ക്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ചെല്ലിയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടും. എൻ്റെ തെങ്ങ് കുലച്ച് കിടക്കുന്നുണ്ട, ഇതുപോലെയായിരുന്നു, 8 മൂട് തെങ്ങ് ഇതുപോലെയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗികമായിട്ടുള്ളതേ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മൈ ഹുംബിൾ റിക്വസ്റ്റ്, ദയവായി ഇതിൻ്റെ ആധികാരികതയെ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഒപ്പം എൻ്റെ നഷ്ടപരിഹാരവും കഴിയുമെങ്കിൽ മേടിച്ചു തന്നാൽ വളരെ ഉപകാരമായി. എൻ്റെ അനുഭവങ്ങളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിലൊട്ടും അസത്യങ്ങൾ പറഞ്ഞ് ഒരു കാര്യം സാധിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. ഫ്രാഞ്ചൈസി പോലും അയാളും വളരെ കഷ്ടപ്പെട്ട് ഫ്രാഞ്ചൈസി അവരുടെ ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്തതാണ്. ഇതിലെല്ലാം ബഹുരസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു വമ്പൻ ടീം വന്നിട്ട് അവർ പിന്നെ എൻ്റെ പൈസ മേടിച്ച് ഫോൺ ചെയ്തിട്ട് എടുക്കത്തുമില്ല. അതിൽ ഒരാളുടെ പേര് മാത്രമേ, ഒരു ലേഡിയാണ്, ഫ്രാഞ്ചൈസി പേര് ഗീത എന്നാണ്, ഫോണും ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അവസാനം ഇവരാരും അറ്റൻഡ് ചെയ്യാതെ കൂടെ വന്നപ്പോൾ എനിക്കിത് വൻ തട്ടിപ്പായിട്ട് തന്നെയാണ് തോന്നുന്നത്. മറിച്ചാണെങ്കിൽ അവർക്ക് 100 മൂട് തെങ്ങ് ഞാൻ കൊടുക്കാം, അവർ പരീക്ഷിച്ച് വിജയിപ്പിച്ചതാ. എൻ്റെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ തെങ്ങുകൾ മൊത്തം നമ്പറിട്ട് കൊടുക്കാം, അവർ തയ്യാറാണോ? ഇത് ഞാൻ അവരോട് പലയിടത്തും പറഞ്ഞു. അതിനൊന്നും അവർ തയ്യാറല്ല. നമ്മളിതേ പ്രൊഡക്റ്റ് തരുന്നു, നിങ്ങൾ ഉപയോഗിച്ചോ. ഫെയിലാകുമ്പോഴത്തേക്ക് പറയും നിങ്ങൾ 200 അല്ല, നിങ്ങൾ 201 എടുത്തത്, അല്ലെങ്കിൽ പറയും 199 2 ഗ്രാം നിങ്ങൾ എടുത്തോ. നമ്മൾ പിന്നെ മലബാർ ഗോൾഡിൽ പോകണം, എവിടെ ഇത് തൂക്കം എടുക്കാനേ. ഇതിൽ തന്നെ വൻ തട്ടിപ്പല്ലേ. അവർക്ക് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 1 ഗ്രാമിൻ്റെ ഗുളിക ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ട് 1 ഗ്രാമിൻ്റെ ഗുളിക ഉണ്ടായി? അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് ഫാം കൊടുത്തുകൂടാ അവർക്ക്? ചുരുക്കത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ പരസ്യക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പരസ്യത്തിൽ കൂടി ജനങ്ങളെ വഞ്ചിക്കുക. ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ കണ്ടതാണ്, അദ്ദേഹം എന്തോ ഒരു മീൽ ചെടിക്കിടുന്ന ഒരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അത്രയും ടയറിൻ്റെ പൊടിയാണ്. വേപ്പിൻ പിണ്ണാക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ടയറിൻ്റെ പൊടി, എല്ലുപൊടി കൊണ്ടുവന്നപ്പോൾ കപ്പലിൻ്റെ പൊടി. ഇതൊക്കെ ശരിക്കും കൃഷി വകുപ്പ് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്തിട്ട് മാത്രമേ മാർക്കറ്റിൽ, ഇല്ലെങ്കിൽ കർഷകരുടെ കാര്യം കട്ടപ്പുകയാണ്. കർഷകനല്ലാതെ തന്നെ അവിടെ ആത്മഹത്യ ചെയ്യും. നോക്കണം, എൻ്റെ ഇത്രയും തെങ്ങ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അവരോട് ഞാൻ വിവരം പറഞ്ഞു. ഞങ്ങൾ ഇത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ദയവായി കൃഷി വകുപ്പും ഗവൺമെൻറ്റും കാർഷിക വികസന കോളേജുകളും ഇതിന് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ്. ഇത് ഞാൻ ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഒരുപാട് പേർ, എൻ്റെ കേരളത്തിൻ്റെ 5-6 പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സത്യസന്ധമായ കാര്യം എനിക്ക് ആരുടെയും മുമ്പിൽ പറയാം. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മേടിച്ച ബില്ലുകൾ സഹിതം എൻ്റെ കയ്യിലുണ്ട്. എല്ലാ ബില്ലുകളും ഇല്ല, കുറച്ച് ബില്ലുകളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഉചിതമായ ഒരു തീരുമാനം കൃഷി വകുപ്പിൽ നിന്നുണ്ടാവണം. ശക്തമായ ഈ SPC നല്ല പ്രൊഡക്റ്റാണെങ്കിൽ നമ്മളവരെ സ്വാഗതം ചെയ്യുന്നു, ഒരു വിരോധവുമില്ല. നമ്മളവരെ സ്വാഗതം ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കാം. ഈ വേനലിൽ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിത് ചെയ്യുന്ന എന്തിനാണ്? കൃഷിയോടുള്ള താല്പര്യം, നമുക്ക് നമ്മളെ ഭൂമിയിലുള്ള വിളകൾ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ ഈ ചൂടത്ത് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സമയത്ത് നമ്മളിത് ചെയ്യുന്നത്. എൻ്റെ 5 വർഷത്തെ അനുഭവം നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരം വളങ്ങൾ, ഇത്തരം പ്രൊഡക്റ്റുകൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. കൃഷി വകുപ്പിൻ്റെ, കാർഷിക കോളേജിൻ്റെ അനുമതി ഇല്ലാത്തതൊന്നും നിങ്ങൾ വാങ്ങരുത് എന്നാണ് എൻ്റെ വിനീത അഭിപ്രായം. ഇല്ലെങ്കിൽ നിങ്ങൾ പെടും. നല്ല സസ്യങ്ങൾ വാങ്ങുക, നല്ല വിത്തുകൾ വാങ്ങുക, നല്ല വളങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് കർഷക സുഹൃത്തുക്കളോട് പറയാനുള്ളൂ. ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പണവും പോവും, മാനവും പോവും, സമയവും പോവും, സകല നഷ്ടങ്ങളും ഉണ്ടാവും.